ഹായ് ഫ്രണ്ട്സ്, LBS നഴ്സിംഗ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റീപബ്ലിഷ് ചെയ്തതും പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻ കൊടുക്കേണ്ട അവസരം ഇന്ന് ഇപ്പോൾ 5 മണിയോടുകൂടി അവസാനിച്ചതും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് റീപബ്ലിഷ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മുന്നേ ഉള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ട് ഇപ്പോഴും അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അത് റീപബ്ലിഷ് ചെയ്യാനുള്ള സാഹചര്യമൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുമുണ്ട്. നമുക്കറിയാവുന്നത് പോലെ തന്നെ മുന്നേ പബ്ലിഷ് ചെയ്ത സെക്കൻഡ് അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ റീപബ്ലിഷ് ചെയ്തത്. 9/9/2024 രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് പുനഃപ്രസിദ്ധീകരിച്ചു. അതായത് ഇന്നലെ സർക്കാർ ഉത്തരവ് പ്രകാരം 3 കോളേജുകളുടെ സീറ്റിൽ കുറവ് വന്നിട്ടുണ്ട്. അതിൻ പ്രകാരമാണ് രണ്ടാം അലോട്ട്മെൻറ്റ് പുനഃപ്രസിദ്ധീകരിക്കേണ്ടി വന്നത്. അപേക്ഷാർത്ഥികൾ ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് പരിശോധിക്കണമെന്ന് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അലോട്ട്മെൻറ്റ് കിട്ടിയവർ മൂന്നാം അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ഫീസ് അടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയവർ മാത്രമേ ഫീസ് അടക്കേണ്ട കാര്യമുള്ളൂ എന്നൊക്കെ നമുക്ക് അറിയാവുന്നത് കാര്യമാണ്. മാത്രമല്ല, ഫീസ് മുന്നേ ഒടുക്കിയവർ വീണ്ടും ഒടുക്കേണ്ട കാര്യമില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. മൂന്നാം അലോട്ട്മെൻറ്റിലേക്ക് പുതുതായി 5 കോളേജുകളുടെ ഓപ്ഷൻ ചേർക്കാനുള്ള അവസരം വന്നിട്ടുണ്ട്. അതൊക്കെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊക്കെ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന 5 കോളേജുകൾ, അതായത് AI അൽമാസ് കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം, പിന്നെ അസീസി കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, കോളേജ് ഓഫ് നഴ്സിംഗ് ഗുരു എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് കോട്ടയം, അതുപോലെ തന്നെ റുക്മോണി കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം, കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം, ഇത്രയൊക്കെയുള്ള കോളേജുകളാണ് ആഡ് ചെയ്യപ്പെട്ടുള്ളത്. ഈ കോളേജുകളിലൊക്കെ പുതുതായി ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയാൽ നമ്മളെ പരിഗണിക്കുന്നതായിരിക്കും. മൂന്നാം അലോട്ട്മെൻറ്റിൽ ഈ ഓപ്ഷൻ ഉൾപ്പെടുത്തിയാൽ മാത്രമേ മൂന്നാം അലോട്ട്മെൻറ്റിൽ ഈ കോളേജിലേക്ക് പരിഗണിക്കൂ എന്നും നമുക്കറിയാവുന്നതാണ്. പിന്നെ പുതിയ ഓപ്ഷനുകൾ നൽകുവാനും നിലവിലുള്ള ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കാനുമുള്ള അവസരവും സമയവും ഒക്കെ ഈ 5 മണിയോടുകൂടി അവസാനിച്ചു എന്നും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തായാലും ഈ അലോട്ട്മെൻറ്റ് റീപബ്ലിഷ് ചെയ്തിരിക്കുന്നത് വളരെ റെയറായിട്ട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ കാണുന്ന കാര്യമാണ്. എങ്കിലും സംഭവിച്ചിട്ടൊക്കെയുണ്ട്, പക്ഷേ വളരെ റെയറാണ്. ഇങ്ങനെയൊരു സംഭവം ടെക്നിക്കൽ എറേഴ്സ് സംഭവിച്ചത് കൊണ്ടായിരിക്കാം. ഇനി അതായത് ആദ്യത്തെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് റീപബ്ലിഷ് ചെയ്തപ്പോൾ പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. പക്ഷേ വേറൊരു കാര്യം ഓർക്കേണ്ടത്, അങ്ങനെ പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെട്ടവർക്ക് ഇനി ഒരിക്കലും അലോട്ട്മെൻറ്റ് കിട്ടൂല എന്ന് കരുതണ്ട. വരും അലോട്ട്മെൻറ്റിൽ അവർക്ക് ആദ്യം കിട്ടും. കാരണം എന്തെന്ന് വെച്ചാൽ, ഓൾറെഡി സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയവരുണ്ടെങ്കിൽ കുറഞ്ഞ മാർക്കുള്ളവരായിരിക്കില്ല, കമ്പാരിറ്റീവ്ലി നല്ല മാർക്കുള്ളവരായിരിക്കും. ഇനി പരിഗണിക്കുമ്പോൾ അവർ തന്നെയാണ് മുന്നിൽ വരിക, സ്വാഭാവികം. അപ്പോഴങ്ങനെ അലോട്ട്മെൻറ്റ് ഇപ്പോൾ നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഫീസ് ഒടുക്കി രണ്ടാം അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഫീസ് അടക്കാനുള്ള സമയം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഫീസ് അടച്ചിട്ടും അലോട്ട്മെൻറ്റ് നഷ്ടപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ആ ഫീസ് റീഫണ്ട് കിട്ടും. അതായത് പുനഃപ്രസിദ്ധീകരണത്തിന് സമയത്ത് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെട്ടവർക്ക് അവരുടെ അപേക്ഷ പ്രകാരം റീഫണ്ട് ചെയ്യുകയോ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയോ ചെയ്യുന്നതാണ് എന്ന് വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് മൂന്നാം അലോട്ട്മെൻറ്റിൽ മിക്കവാറും ഒരുപക്ഷെ അവർക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ അവരടച്ച ഫീസ് ഈ മൂന്നാം അലോട്ട്മെൻറ്റിൽ അവർക്ക് പരിഗണിക്കും. അതല്ല അവർക്ക് റീഫണ്ട് കിട്ടണമെങ്കിൽ അങ്ങനെയും ചെയ്യും. എങ്ങനെയാണോ നമുക്ക് ആവശ്യം അത് നമ്മൾ ആവശ്യപ്പെട്ടാൽ മതി. അതിനുള്ള പ്രൊവിഷൻ വെബ്സൈറ്റിലുണ്ടാകും. എന്തായാലും ഫീസ് അടച്ചിട്ട് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെട്ടവർ ഒട്ടും ആകുലപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അവസരമുണ്ട്, നിങ്ങളുടെ ഫീസ് പരിഗണിക്കപ്പെടും. ഇനി ഇത് വേണ്ടാന്ന് തോന്നുകയാണ്, നിങ്ങൾക്ക് റീഫണ്ടബിളും ആണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആകുലപ്പെടേണ്ട കാര്യമില്ല. അപൂർവം സംഭവിക്കുന്നതാണ് ഈ റീപബ്ലിഷിംഗ്. എങ്കിലും അതിനുള്ള സാഹചര്യങ്ങളും നമുക്കൊന്നും നഷ്ടപ്പെടാതെ നമ്മളെ പരിഗണിക്കും. ഒട്ടും ആകുലപ്പെടേണ്ട കാര്യമില്ല. എന്തായാലും അങ്ങനെ ആർക്കെങ്കിലും അലോട്ട്മെൻറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് അലോട്ട്മെൻറ്റ് വരാനുണ്ട്. ആരും ആകുലപ്പെടേണ്ട കാര്യമില്ല. LBSൻ്റെ പ്രോസസ്സ് ഇങ്ങനെ തന്നെയാണ്, വളരെ ഇഴഞ്ഞു നീങ്ങുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കീമിൻ്റെയൊക്കെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഏകദേശം മുന്നോട്ട് നീങ്ങി. ഒഫീഷ്യൽ ക്ലാസ്സും പാരൻസിനുള്ള ക്ലാസ്സും അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി ക്ലാസ് എന്ന രീതിയിലൊക്കെ അവർക്ക് കഴിഞ്ഞു. കോളേജ് ജോയിനിങ് കോളേജ് ക്ലാസ്സും ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ മെഡിക്കൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് പുരോഗമിക്കുന്നു. പക്ഷേ LBSൻ്റെ ഇതെല്ലാം തീർന്നാലും LBSൻ്റെ അലോട്ട്മെൻറ്റ് ഇങ്ങനെ ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരുന്നിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ടാണ് അലോട്ട്മെൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മക്കളെ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് LBS വഴി പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ
ഇപ്പോഴെന്തെങ്കിലും മറ്റ് കോഴ്സസിന് കിട്ടുവാണെങ്കിൽ അതിന് ജോയിൻ ചെയ്തോളൂ. എന്നിട്ട് LBS വഴി കിട്ടി ക്ലാസ് തുടങ്ങുമ്പോൾ അവിടത്തേക്ക് മാറിപ്പോയാൽ മതി. ചിലപ്പോൾ ചില സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടാവും, പക്ഷേ അതിലും വലിയതാണ് ഈ കാത്തിരിപ്പും ബോറടിക്കലും. ബാക്കി കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ കോളേജിൽ പോയിട്ട് അവിടെ ഓണം സെലിബ്രേഷൻ അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി വെൽക്കം പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിട്ട് അവരെ എൻജോയ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ ഈ ഒന്നുമില്ലാതെ വെറുതെ ഫോണും നോക്കി ബോറടിച്ച് നിൽക്കൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. എന്തായാലും അങ്ങനെയൊക്കെ നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഇല്ല എങ്കിലും ഇനി വിഷമിക്കണ്ട, കാത്തിരുന്നിടത്തോളം ഇനി കാത്തിരിക്കണ്ട. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. എല്ലാവർക്കും അലോട്ട്മെൻറ്റ് കിട്ടട്ടെ.